ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ്. തമ്പുനെയിലിൽ കാണുന്ന പോലെ ഒരുപാട് പേരുടെ ആകാംക്ഷയ്ക്കും ചോദ്യങ്ങൾക്കും എല്ലാം ഒരു ഉത്തരം നൽകാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ അറേബ്യൻ മുല്ലയുടെ അപ്ഡേഷനാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. അത്രമാത്രം ലൈക്കും കമൻസും അതേപോലെ റീച്ചും എനിക്ക് നേടിത്തന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തതും സപ്പോർട്ട് ചെയ്യാത്തതുമായ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഒത്തിരി പേര് ചോദിക്കേണ്ടായിരുന്നു അപ്ഡേഷൻ കാണിക്കാനും അതേപോലെ ഇതിൻ്റെ അവസ്ഥ എന്തായെന്നും പിന്നെ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്നും ഒക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് പറയാം. കമൻസിൽ ഞാൻ ഓൾറെഡി റിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. ദ അഫോർഡബിൾ ഓർഗാനിക് സ്റ്റോർ എന്ന് പറയുന്ന ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 രൂപ നിരക്കിലെ വിത്തുകളും അതേപോലെ തന്നെ 69 രൂപ നിരക്കിലാണ് ചെടികളും സ്റ്റാർട്ട് ചെയ്യണത്. അതുപോലെ തന്നെ 150 രൂപയ്ക്ക് മുകളിലേക്ക് ചെടികൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും ഫ്രീ ഡെലിവറി ആട്ടോ. അങ്ങനെ കണ്ടുകൊണ്ടിട്ട് ഞങ്ങൾ വാങ്ങിയതാണ്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ പക്കാ ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ ചെടിയുടെ സൈസ് വളരെ ചെറുതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നത്. അറേബ്യൻ മുല്ല നട്ട സെയിം ഗ്രോ ബാഗിൽ തന്നെയായിരുന്നു ആകാശമുല്ലയുടെ 3 വിത്തുകൾ നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 2 എണ്ണം മാത്രമേ കിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ ആയപ്പോഴേക്കും ആകാശമുല്ല പതുക്കനൊന്ന് വലുതായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അറേബ്യൻ മുല്ലയുടെ ഇലയൊക്കെ ഇന്ന് പുഴിയൊക്കെ ഇങ്ങനെ കടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് 6 ഇല പരുവത്തിലാണ് ഈ അറേബ്യൻ മുല്ല കിട്ടിയത്. അതിൽ 2 ഇല അഴുന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അഴുകിയതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഒരു ഗ്രീൻ കളറിലൊരു സ്റ്റിക്ക് ഉണ്ടോ, അത് പ്രോട്ടീൻ സ്റ്റിക്കാണ്, അതും കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് കുറേശ്ശെ വെള്ളമൊക്കെ ഞാൻ ഒഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം പലരും അഭിപ്രായം പറഞ്ഞിരുന്നു അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ടെന്ന്. അതേപോലെ തന്നെയാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഒരു 2 ആഴ്ചത്തോളം എനിക്ക് നാട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ആകാശമുല്ല കുറച്ചൊന്ന് അധികത്തിൽ അങ്ങോട്ട് വളർന്നു കേട്ടോ. അത് പടർന്ന് കയറുന്ന ചെടിയാണല്ലോ. ഇനി അത് പറിച്ച് നടാമെന്ന് വിചാരിച്ച് നോക്കിയതാണ്. അപ്പോഴേക്കും നമ്മുടെ അറേബ്യൻ മുല്ലയ്ക്ക് ഇതാ ഒരു തളിർപ്പൊക്കെ ഇട്ടത് കണ്ടു കേട്ടോ. ഒരുപാട് സന്തോഷം തോന്നിയിട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും. കാരണം നോക്കി ഇരിക്കുന്ന സമയത്ത് അത് അങ്ങനെ തന്നെ വളരാത്ത പോലെ ഇരുന്നേച്ചതാണ്. പിന്നെ ശ്രദ്ധിക്കാണ്ട് എപ്പോഴോ പോയപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു മുകളം ഇങ്ങനെ മുളച്ച് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷം വരുമല്ലോ. എന്തായാലും അത് വളർന്ന് കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഈ തണ്ണിമത്തൻ്റെ സീഡ് എൻ്റെ മോൻ കൊണ്ടിട്ടതാണ് കേട്ടോ മുളച്ച് നിൽക്കുന്നത്. ആകാശമുല്ലയെ ഞാൻ പറിച്ചതാ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ അറേബ്യൻ മുല്ലയുടെ അവസ്ഥ. കണ്ടോ, അങ്ങനെ തളിർപ്പൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ നന്നായിട്ട് കെയറൊക്കെ ചെയ്ത് വലുതാക്കി എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഒരു 3 മാസം ആയിട്ടോ നമ്മൾ ഈ ഒരു ചെടി ഇവിടെ കൊണ്ട് വെച്ചിട്ട്. ഇത്രയും നാൾ അപ്ഡേഷന് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും സന്തോഷമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയ സൈറ്റ് ഉണ്ടല്ലോ, ദ അഫോർഡബിൾ ഓർഗാനിക് സ്റ്റോർ, അവിടെ പ്ലാന്റ് ഓഫർ സെയിലിന് വെക്കും. അങ്ങനെ വെച്ചപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അപ്പോഴാണ് എനിക്ക് 69 രൂപ നിലയ്ക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഈ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഈ ചെടിയുടെ വില നോക്കിയപ്പോൾ 149 രൂപയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും പ്ലാന്റ് വാങ്ങുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ലാഭത്തിന് കുറച്ചധികം ചെടികൾ നമുക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ചെടികളുടെ സൈസ് തീരെ ചെറുതായിരിക്കും കേട്ടോ, അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ആ സൈറ്റൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. വിത്തുകളും ഒക്കെ ഒരുപാടുണ്ട് അവിടെ. പിന്നെ നമ്മുടെ മുല്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള കെയറിങ് ടിപ്സുകളൊക്കെ അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.